കഴിവുള്ള സേനാനി, ഇതൊക്കെ അഹങ്കാരത്തിൽ നിന്ന് വരുന്ന. അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിക്കണം. അതിനു വേണ്ടി ഭഗവാനെ നമസ്കരിക്കുന്നു. എന്തൊക്കെയാണ്? സർവാഭരണ വിഭൂഷിതനായി അഹങ്കാരിയായി ജീവിക്കാനുള്ള പ്രവണത മാറണം. മറ്റുള്ളവർക്ക് വഴി കാട്ടിക്കൊടുത്തുകൊണ്ട് താനാണ് ഏറ്റവും പ്രമാണി എന്നുള്ള തൽപ്രമാണിത്വം മാറണം. ഇതിനൊക്കെ വേണ്ടി ഭഗവാനായിക്കൊണ്ട് നമസ്കരിക്കുന്നു എന്നൊരു അന്തരാർത്ഥം കൂടെയുണ്ട്. നമോ കിരണ്യബാഹവേ സേനാന്യേ ദിശാംശ പദയെ നമോ നമ. സാധാരണ ഇതിന്റെ വാക്കുകൾ വെച്ചിട്ടുള്ള വാച്യാർത്ഥം എന്ന് പറയുന്നത്, കയ്യിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിരിക്കുന്ന സേനാനായകന് നമസ്കാരം, ദിക്കുകളുടെ പാലകനായ ഭഗവാൻ രുദ്രന്, അല്ലെങ്കിൽ ദിക്കുകളുടെ അധിപനായ ഭഗവാൻ രുദ്രന് നമസ്കാരം. ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ വാച്യാർത്ഥമായി. അന്തരാർത്ഥമാണ് ഞാനിപ്പോ പറഞ്ഞത്. അടുത്തത് ഈ രണ്ടാം അനുഭാഗത്തിലെ രണ്ടാമത്തെ ശ്ലോകം. വൃക്ഷേഭ്യോ ഹരികേശേഭ്യ പശൂനാം പതയേ നമോ നമഃ. വൃക്ഷേഭ്യോ, വൃക്ഷങ്ങളുടെ, ഹരികേശ എന്നുവെച്ചാൽ ഭഗവാന്റെ കേശങ്ങളാകുന്ന വൃക്ഷങ്ങൾക്ക് നമസ്കാരം എന്നും പറയാം. വേറെ അർത്ഥമുണ്ട്. ഭഗവാന്റെ ശരീരത്തെ രോമങ്ങൾ പോലെ വൃക്ഷങ്ങളാൽ നിബിഡമായിരിക്കുന്ന ഭൂമിക്ക് ഈ ഭൂമിയിൽ കാണുന്ന വൃക്ഷങ്ങളിലൊക്കെ ഭഗവാന്റെ രോമങ്ങളാണ്. ഹരികേശ, ഹരികേശ എന്ന് വെച്ചാൽ പച്ചിലകളോടുകൂടിയ വൃക്ഷങ്ങൾ, ഹരികേശം. പശൂനാം പതി എന്നുവെച്ചാൽ പശുപതി എന്നുവെച്ചാൽ മൃഗങ്ങളുടെ അധിപതി എന്നർത്ഥം. അല്ലെങ്കിൽ ജന്തുക്കളുടെ രക്ഷകനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നും അർത്ഥമെടുക്കാം. പിന്നെ ഇതിന്റെ വാച്യാർത്ഥം പറയുമ്പോൾ നമ്മിലെ വാച്യാർത്ഥമല്ല, ഇതിന്റെ ആന്തരികാർത്ഥം പറയും. നമ്മിലെ ആന്തരികമായ മൃഗീയ വാസനകൾ അത് ഇല്ലാതാകണം. അത് ഇല്ലാതാക്കുന്നതിനാണ് ഭഗവാൻ. പച്ചിലകൾ കൊണ്ട് വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഭൂമി. വൃക്ഷം എന്നിവിടെ പറയുന്നത് പച്ചില കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വൃക്ഷം. വൃക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന സംസാര വൃക്ഷം. നമ്മളൊക്കെ ഇപ്പൊ സംസാര വൃക്ഷത്തിൽ പെട്ടിരിക്കുക. സംസാര വൃക്ഷം. ശ്രീ രുദ്ര ഭഗവാന് നമസ്കാരം. അപ്പൊ വൃക്ഷേഭ്യോ ഹരികേശഭ്യോ പശൂനാം പതയെ നമോ നമ. എങ്ങനെയൊക്കെയുള്ള ഭഗവാനാണ്? സംസാര ജീവിതത്തിന്റെ ആത്മാവാണ് രുദ്ര ഭഗവാൻ. അവിടത്തേക്ക് നമസ്കാരം. സംസാര ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ? സംസാര ജീവിതം എന്ന് പറഞ്ഞാൽ സർവത്ര കർമ്മമയമാണ്. അതാണൊരു വലിയ കുഴപ്പം. കർമ്മം കൊണ്ടല്ലാതെ നമുക്ക് സംസാര ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ കർമ്മം ചെയ്യണ്ടേന്ന് ചോദ്യം വരും. കർമ്മം ചെയ്യണം, ചെയ്യണ്ടെന്ന് പറയുന്നില്ല. എങ്ങനെ ചെയ്യണം എന്നറിയണമെങ്കിൽ ഭഗവത്ഗീതയിലൂടെ ഇത് പറയുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് ഗീതാവാഹിനിയിലൂടെ ഭഗവാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഗീതാവാഹിനി പഠിച്ചവർക്ക് അത് മനസ്സിലാകും. എന്താണ് കർമ്മം എങ്ങനെ ചെയ്യണം. എന്ത് കർമ്മം ചെയ്താലും ഫലം അനുഭവിച്ചേ മതിയാവും. ഫലം അനുഭവിക്കാതിരിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മള് നല്ല ലൈവായിട്ടുള്ള ഒരു വയറ്, കറണ്ട് പാസ് ചെയ്തിരിക്കുന്ന വയറ്, അതിലൊന്ന് ടച്ച് ചെയ്യുക എന്നുള്ളത് കർമ്മം. അതോടുകൂടി മരണപ്പെടുക എന്നുള്ളത് അതിന്റെ ഫലം. കർമ്മം ആദ്യം ചെയ്യുന്നു, ഫലം അനുഭവിക്കേണ്ടി വരുന്നു. സൽക്കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ്. നല്ല കർമ്മം അനുഭവിച്ചാൽ നല്ല ഫലം വരും. അപ്പൊ കർമ്മം ചെയ്താൽ ഫലം അനുഭവിക്കണം. ഫലം അനുഭവിച്ച് ഈ ജന്മത്ത് അത് അനുഭവിക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ, അതിനുള്ള സമയം ഉണ്ടായില്ലെങ്കിൽ പുനർജന്മത്തിന് അത് ഹേതുവായി മാറും. എന്നൊരു പ്രശ്നമുണ്ട് കർമ്മത്തിന്. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? അതൊക്കെയാണ് ഗീതാവാഹിനിയിലൊക്കെ പറയുന്നത്. എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? നിഷ്കാമ കർമ്മം ചെയ്യണം. നിഷ്കാമ കർമ്മം എല്ലാവർക്കും ചെയ്യാൻ പറ്റും, പലർക്കും ചെയ്യാൻ പറ്റും. അത് മാത്രം മതിയോ? അതും പോരാ. ഭഗവത് സമർപ്പണമായിട്ട് കർമ്മം ചെയ്യണം. അങ്ങനെ ഒരു കണ്ടീഷൻ കൂടെ ഉണ്ട്. മൂന്നാമതൊരു കണ്ടീഷനുണ്ട്. ഞാനല്ല ഈ കർമ്മം ചെയ്യുന്നത്, ഭഗവാനാണ് ഈ കർമ്മം ചെയ്യുന്നത്. അതിന്റെ ഫലം എനിക്കുള്ളതല്ല, ഭഗവാനുള്ളത് തന്നെയാണ്. ഇങ്ങനെ പല കണ്ടീഷൻസോടുകൂടി കർമ്മം ചെയ്യണം. ഇതൊക്കെ നമ്മളോട് സ്വാമി ഗീതാവാഹിനിയിലൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംസാര ജീവിതം എന്ന് പറയുന്നത് കർമ്മമയമാണ്. അപ്പൊ വൃക്ഷം എന്ന് പറയുന്നത് ഇവിടെ സംസാര വൃക്ഷമാണ്. ആ സംസാരത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നവനാണ് ഭഗവാൻ. അതാണ്. പിന്നെ പശുക്കൾ എന്താണ്?
ജീവികൾ എന്ന് പറഞ്ഞാൽ അവരെ പശുക്കൾ എന്നും പറയാം. അവരൊക്കെ സംസാര ജീവിതത്തിന്റെ അടിമകളാണ് എല്ലാവരും. സർവ്വതിനും ഭഗവാനെ നമ്മൾ ആശ്രയിക്കണം. അതിനാൽ ഭഗവാൻ പതിയാണ്. പതി എന്ന് പറഞ്ഞാൽ മാസ്റ്റർ അല്ലെങ്കിൽ ഗുരു. അതാണ് വൃക്ഷേഭ്യോ ഹരികേശഭ്യ പശൂനാം പതയേ നമ. ഞാൻ പതയെ എന്ന് പറഞ്ഞല്ലോ അർത്ഥം. പതയെ എന്ന് പറഞ്ഞാൽ പതി, പാലകൻ, അധിപൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അടുത്തത് മൂന്നാമത്തെ ശ്ലോകം വരികയാണ്. നമസ്സസ്പിഞ്ചരായ ത്വിഷീമതേ പഥീനാം പതയേ നമോ നമഃ. സസ്സ പിന്നെ ജര, 3 വാക്കെടുക്കാം. സസ്സ പ്ലസ് പിൻ പ്ലസ് ജര, സസ്പിഞ്ചര. സസ്സ എന്ന് പറഞ്ഞാൽ ഉറക്കം എന്നർത്ഥമുണ്ട്, മടി എന്നർത്ഥമുണ്ട്, തമോ ഗുണം എന്നർത്ഥമുണ്ട്. ഇതൊക്കെ സസ്സാണ്. പിൻ എന്ന് പറഞ്ഞാൽ പാനം ചെയ്യുക, മദ്യപാനത്തിന് വരെ പിന്നെന്നാ പറയുന്നത്. ജര എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. ജര ബാധിച്ചു നാശത്തിന് തുടക്കമായെന്നാണ് ജര. അപ്പൊ സസ്പിഞ്ചര എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരർത്ഥമുണ്ട്. അല്ലാതെ ഇളം പുല്ല് പോലെ മഞ്ഞയും ചുവപ്പും കലർന്ന ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം, അങ്ങനെയും അർത്ഥമുണ്ട്. ഇളം പുല്ല് പോലെ മഞ്ഞയും ചുവപ്പും കലർന്നെന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം കൂടെ, സ്വർണ്ണ നിറത്തോടു കൂടിയ ഭഗവാൻ നമസ്കാരം. തിഷ് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന, പ്രകാശിക്കുന്ന എന്നൊക്കെ അർത്ഥമുണ്ട്. പഥി എന്ന് പറഞ്ഞാൽ പഥം എന്ന് പറഞ്ഞാൽ വഴി. പഥി എന്ന് പറഞ്ഞാൽ ആ വഴികാട്ടി. ഉത്തരായണം, ദക്ഷിണായനം ഇങ്ങനെയൊക്കെയുള്ള വഴികാട്ടി, അല്ലെങ്കിൽ സന്മാർഗത്തിലേക്കുള്ള വഴികാട്ടി. ഇത് ഭഗവാനാണ്. അപ്പോ ഇതിന് വാച്യാർത്ഥം എന്ന് പറയുന്നത്, വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്വർണ്ണ നിറമാറുന്നവനും പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്നവനും സർവപന്ഥാവനും അധിപനുമായ, സർവ വഴികൾക്കും അധിപനുമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നമ്മൾ എപ്പോഴും ഈശ്വരന്റെ പന്ഥാവിലൂടെ സഞ്ചരിക്കണം. ഈശ്വരന്റെ പന്ഥാവിലൂടെ സഞ്ചരിക്കുന്നവരുടെ തമോ ഗുണത്തെ നശിപ്പിച്ച് ശോഭയാർന്ന മാർഗം നൽകും ഭഗവാൻ. ഈ രാമായണം തന്നെ അങ്ങനെയാണ് പറയുന്നത്. രാമായണം എന്നുള്ള ആ വാക്കിന് തന്നെ അർത്ഥം അതാണ് പറയുന്നത്. രാമസ്യ അയനം രാമായണം. അയനം എന്ന് പറഞ്ഞാൽ മാർഗം, വഴി. രാമൻ സഞ്ചരിച്ച വഴി. രാമസ്യ അയനം രാമായണം. രാമൻ സഞ്ചരിച്ച വഴിയിൽ വേണം, ആ ധർമ്മത്തിന്റെ പാതയിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കേണ്ടത് എന്ന് പറഞ്ഞതുപോലെ ഈശ്വരന്റെ പന്ഥാവിലൂടെ സഞ്ചരിക്കുന്നവരുടെ തമോ ഗുണത്തെ ഭഗവാൻ നശിപ്പിച്ചു തരും. സസ്പിഞ്ചര എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥം പറയുന്നുണ്ട്. അസുരന്മാരെ നിഗ്രഹിക്കുന്നവൻ. ഈ അസുരൻ എന്ന് പറഞ്ഞാൽ ആരാ? അസുരൻ എന്ന് പറഞ്ഞാൽ ത്യാഗത്തിന്റെ ശത്രുവാണ്. നമ്മളൊക്കെ സർവീസ്, സേവനം എന്നൊക്കെ പറഞ്ഞാൽ ത്യാഗമാണ്. ത്യാഗൈനേകെ അമൃതസമാന ശുഭു. ഇതാണ് നമ്മളെ ഉപനിഷത്ത് പഠിപ്പിച്ചിരിക്കുന്നത്. ത്യാഗമാണ് ഏറ്റവും പ്രധാനം. ഇതിന്റെയൊക്കെ ശത്രുവാണ് അസുരന്മാർ. അപ്പോ സസ്പിഞ്ചര എന്ന് പറഞ്ഞാൽ ആ അസുരന്മാരെ നിഗ്രഹിക്കുന്നവൻ എന്നൊരർത്ഥമുണ്ട്. പഥീനാം പതയെ, ഇപ്പൊ ആത്മീയവും ഭൗതികവുമായ ജീവിതം അനുവദിച്ചവന് എന്നും അർത്ഥമുണ്ട്. അങ്ങനെ വിവിധങ്ങളായ അർത്ഥം ഇതിന് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എടുക്കുന്ന അർത്ഥം, ഈശ്വരന്റെ പന്ഥാവിലൂടെ സഞ്ചരിക്കുന്നവരുടെ തമോ ഗുണത്തെ ഭഗവാൻ നശിപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഈശ്വരന്റെ പന്ഥാവിലൂടെ സഞ്ചരിക്കണം എന്ന ഒരു അന്തരാർത്ഥം ഈ മന്ത്രത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത് 4ാമത്തെ ശ്ലോകം, മന്ത്രം. നമോ ബബ്ലുശായ വിവ്യാധിനെ അന്നാനാം പതയേ നമോ നമ. നമോ ബബ്ലുശായ വിവ്യാധിനെ അന്നാനാം പതയേ. ബബ്ലുശ എന്ന് പറഞ്ഞാൽ അഴുക്കുന്നൊരർത്ഥമുണ്ട്, തവിട്ട് നിറം എന്നർത്ഥമുണ്ട്. 3 അർത്ഥമുണ്ട്. പിന്നൊരർത്ഥം വൃഷഭവാഹനനായ ഭഗവാൻ. വൃഷഭവാഹനൻ ബബ്ലുശൻ എന്ന് പറയും. വിവ്യാധി എന്ന് വെച്ചാൽ വിവിധങ്ങളായ വ്യാധികൾ അല്ലെങ്കിൽ ദുഃഖാനുഭവങ്ങൾ. വിവിധങ്ങളായ ദുഃഖാനുഭവങ്ങൾ. വിദ്വേഷങ്ങളെ
വിദ്വേഷികളെ ശിക്ഷിക്കുന്നവൻ, വിദ്വേഷമല്ല വിദ്വേഷികളെ ശിക്ഷിക്കുന്നവൻ, അതിനും വിവ്യാധി എന്ന് പറയാം. അന്നാനാം പതയെ അന്നങ്ങളുടെ പതി, അന്നാനാം പതി. എന്താ അന്നാനാം പതിച്ചത്? അന്നത്തിന്റെ പാലകൻ, അന്നത്തിന്റെ പിന്നെ പാലകൻ, അല്ലെങ്കിൽ അന്നത്തിന്റെ അധിപൻ, അതാണ് ഭഗവാൻ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ബബ്ലുശാമ ഇപ്പോൾ അഴുക്കെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ആദ്യം ഒരു അർത്ഥം കണ്ടുപോകും. അഴുക്കിലൂടെ മാത്രമല്ല ആഹാരത്തിലൂടെയും നമുക്ക് രോഗമുണ്ടാകാം. വെറുതെ എന്തെങ്കിലും അഴുക്ക് ശ്വസിച്ചുകൊണ്ട് മാത്രമായില്ല, ആഹാരത്തിലൂടെ രോഗമുണ്ടാകാം. അപ്പൊ ഉള്ളിലേക്ക് ആഹരിക്കുന്ന സർവത്തിന്റെയും നാഥന് നമസ്കാരം, ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. നമ്മളെ ഉള്ളിലേക്ക് ആഹരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ കാരണഭൂതനായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ആഹരിക്കുന്നത് മറ്റൊരു കാര്യമുണ്ട്, വാഗൊണ്ട് മാത്രമല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ 5 ഇന്ദ്രിയങ്ങളുണ്ടെങ്കിൽ 5 ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ ആഹരിക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ 5 ഉണ്ടല്ലോ, പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയും. ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ അകത്തോട്ട് കടത്തിവിടുന്നാൽ, ചെവിയിലൂടെ കടത്തിവിടുന്നത്, നമ്മൾ ഓരോന്നും കേൾക്കുന്നു, അതൊരു ആഹാരമാണ്. വായിലൂടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, അതൊരു ആഹാരമാണ്. കണ്ണിലൂടെ നമ്മൾ പലതും കാണുന്നു, അതൊരു ആഹാരമാണ്. മൂക്കിലൂടെ ചില കാര്യങ്ങൾ ശ്വസിക്കുന്നു, അതൊരു ആഹാരമാണ്. ഇങ്ങനെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതെല്ലാം ആഹരിക്കലാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ആഹരിക്കുക, അതാണ് പിന്നെ ഇതിന്റെ അർത്ഥം വരുന്നത്. അപ്പോ ആഹരിക്കുന്നത് വായ കൊണ്ട് മാത്രമല്ല, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ആഹരിക്കുന്നത് കൊണ്ട് ചില പ്രവർത്തനങ്ങൾ നടക്കും. അതിനാണ് കർമ്മേന്ദ്രിയങ്ങൾ തന്നിരിക്കുന്നത്. നല്ലപോലെ ആഹാരം കഴിച്ചാൽ ശക്തി കിട്ടും. ശക്തി കിട്ടുമ്പോൾ നമ്മളെ കൈയും കാലും നമുക്ക് പ്രവർത്തിക്കാൻ യോഗ്യത നേടുന്നു. ഓരോ അവയവവും കർമ്മേന്ദ്രിയങ്ങൾ ഈ ജ്ഞാനേന്ദ്രിയത്തിലൂടെ ഭക്ഷിക്കുന്നതിന് പരിണിത ഫലമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം ആഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് കഴിക്കുന്നതാണ് ആഹരിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങൾ എന്ന് വെച്ചാൽ അത് വെളിയിലോട്ട് പ്രവർത്തിക്കുന്നതാണ് കർമ്മേന്ദ്രിയങ്ങൾ. ഈ 2 വ്യത്യാസം ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും തമ്മിലുണ്ട്. ഇവിടെ ആഹരിക്കുന്ന കാര്യം പറയുന്നത് എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ആ ജ്ഞാനേന്ദ്രിയങ്ങളുടെ കാര്യം. രോഗങ്ങളിൽ നിന്ന് മുക്തരാകാൻ നമ്മൾ എന്ത് ചെയ്യണം? ആഹരിക്കുന്നത് നല്ലതായിരിക്കണം. നല്ല ആഹാരം നമ്മൾ കഴിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് രോഗത്തിൽ മുക്തി നേടാൻ പറ്റൂ. അത് എന്തൊരാഹാരമാണ്. ഇപ്പൊ അരി ആഹാരമാകട്ടെ, ഇല്ലെങ്കിൽ ചപ്പാത്തി ആവട്ടെ, ഇല്ലെങ്കിൽ റൊട്ടി ആവട്ടെ, എന്തോ ആവട്ടെ, ഇതൊക്കെ വളരെ വൃത്തിയുള്ള ഒരു പദാർത്ഥം എന്നുള്ള നിലയിൽ അത് ആഹരിക്കാൻ എടുത്തില്ലെങ്കിൽ നമുക്ക് പല പല രോഗങ്ങളും വന്ന് പിടിപെടും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് വായിലൂടെ കഴിക്കുന്നതിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇന്ദ്രിയങ്ങളിലൂടെ കഴിച്ചാലും ഇങ്ങനെ പ്രശ്നങ്ങൾ വരും. അത് വരുന്നത് ശരീരത്തിനല്ല വരുന്നത് ആ രോഗം മനസ്സിനാണ് വരുന്നത്. ആ മനസ്സിന് വരുന്ന രോഗത്തിന്റെ പേരാണ് ആധി. ശരീരത്തിന് വരുന്ന രോഗത്തിന്റെ പേര് വ്യാധി. അപ്പൊ ആധിയും വരും, വ്യാധിയും വരും. വ്യാധികളിൽ നിന്ന് മുക്തമാകണമെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ കഴിക്കുന്നതെല്ലാം ശുദ്ധമായിരിക്കണം, ഈശ്വരീയമായിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ അർത്ഥം വരുന്ന ഭഗവാൻ ആഹാരത്തിന്റെ സംരക്ഷകനാണ്. ഇനി മറ്റൊരർത്ഥമുണ്ട്. രുദ്രഭഗവാൻ സഞ്ചരിക്കുന്ന കാള, അതിലാണല്ലോ സഞ്ചരിക്കുന്നത്. ആ കാള എന്ന് പറയുന്നത് ധർമ്മസ്വരൂപമാണ്. ധർമ്മം നല്ല ആഹാരത്തെ നൽകുന്നു. ധർമ്മം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ, അതിനാൽ ഭഗവാൻ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ തരുന്നു ആഹാരം. അതിനാൽ ഭഗവാൻ ആരാണ്? അന്നത്തിന്റെ പ്രഭുവാണ്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? അധർമ്മികളോട് എന്ത് ചെയ്യും? അധർമ്മികൾക്ക് ആഹാരം നൽകുകയില്ല, പട്ടിണി കിടക്കേണ്ടി വരും. അധർമ്മികളെ ആഹാരമില്ലായ്മയിലൂടെ ഭഗവാൻ ശിക്ഷിക്കും. ഇങ്ങനെയും ഒരർത്ഥമുണ്ട്. വിവ്യാധി എന്ന് പറയുമ്പോൾ വിവിധങ്ങളായ വ്യാധികൾ, ദുഃഖാനുഭവങ്ങൾ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആധിയും വ്യാധിയും. മനസ്സിന്റെ രോഗവും ശരീരത്തിന്റെ രോഗവും.
ഇത് രണ്ടും ഇല്ലാത്ത നിലയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇന്ദ്രിയങ്ങളിലൂടെ കഴിക്കുന്നതെല്ലാം ശുദ്ധമായിരിക്കണം. അതാ ബബ്ലുഷ, അഴുക്ക്. ബബ്ലുഷായ വിവ്യാധിനെ അന്നാനാം പതയേ നമ. ഇങ്ങനെയുള്ള ആഹാരം കഴിച്ച് രോഗമുണ്ടാക്കുന്ന ആ നിലയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ഭഗവാനെ ആശ്രയിക്കണം. അടുത്ത അഞ്ചാമത്തത്, നമോ ഹരികേശായോ ഉപവീതിനെ പുഷ്ടാനാം പതയേ നമോ നമഃ. ഹരികേശൻ, ഹരികേശൻ എന്ന് വെച്ചാൽ കറുത്ത മുടിയുള്ളവൻ അർത്ഥമുണ്ട്, നീല മുടിയുള്ളവൻ അർത്ഥമുണ്ട് ഹരികേശൻ. മറ്റൊരർത്ഥം, ഈ മുടിയൊക്കെ എപ്പോഴും നീല നിറമാണില്ലെന്നല്ല, എപ്പോഴും കറുത്ത നിറമെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം യുവത്വം, എപ്പോഴും യുവാവാണ്, നിത്യ യുവാവാണ് ഭഗവാൻ, നരയില്ലാത്തവനാണ് ഭഗവാൻ എന്ന് ഒരർത്ഥം. നമോ ഹരികേശായ ഉപവീതിനെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉപവീതം ധരിച്ചിരിക്കുന്നവൻ, പൂണൂല് ധരിച്ചിരിക്കുന്നവൻ, യജ്ഞോപവീതം ധരിച്ചിരിക്കുന്നവൻ. എന്താ യജ്ഞോപവീതം ധരിക്കുന്നു? എന്താ എന്റെ അർത്ഥം? യജ്ഞോപവീതം ധരിക്കുക, നമ്മളെ സ്കാർഫ് ധരിക്കുന്നു, സ്കാർഫ് ധരിച്ചിരിക്കുന്നു. എന്താ എന്റെ അർത്ഥം? സ്കാർഫ് ധരിച്ചിരിക്കുന്നവൻ ഒരു പ്രത്യേക ഡ്യൂട്ടി ഉണ്ട്, പ്രശാന്തി സേവ, ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടിയാണ്. ആ പ്രശാന്തി സേവ ചെയ്യുന്നവൻ ഈ സ്കാർഫ് ധരിക്കണം. അത് പ്രശാന്തി സേവ ചെയ്യുന്നവന്റെ യജ്ഞോപവീതമാണ് സ്കാർഫ്. അങ്ങനെയാണെങ്കിൽ യജ്ഞോപവീതം ധരിച്ചവൻ എന്ത് ചെയ്യണം? യജ്ഞോപവീതം ധരിച്ചവനൊരു ഡ്യൂട്ടി ഉണ്ട്, അവർ വേദപോഷണമാണ്. വേദം പഠിക്കണം, പഠിപ്പിക്കണം, ഇത് രണ്ടും ചെയ്യണം. ഇത് രണ്ടും ചെയ്യുന്ന ഒരു വ്യക്തി ധരിക്കുന്ന സ്കാർഫിന്റെ പേരാണ് യജ്ഞോപവീതം. ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇത് നമ്മളെ സംബന്ധിച്ചത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, സേവാദർശനെ സംബന്ധിച്ചൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാം. സ്കാർഫ് ധരിച്ചവരുടെ ഡ്യൂട്ടി പ്രശാന്തി സേവ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ യജ്ഞോപവീതം ധരിച്ചവരുടെ ഡ്യൂട്ടി എന്താണ്? വേദപോഷണമാണ്. വേദം പഠിക്കുക, പഠിപ്പിക്കുക, സംരക്ഷിക്കുക. ഇതൊക്കെ ആ യജ്ഞോപവീതധാരികളുടെ ഡ്യൂട്ടിയാണ്. അത് ചെയ്തില്ലെങ്കിൽ അവര് യജ്ഞോപവീതം ധരിച്ചുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഇത്രേ ഉള്ളൂ. അപ്പോ നമോ ഹരികേശായ ഉപവീതിനെ പുഷ്ടാനാം പതയേ നമോ. പുഷ്ടാനാം, പുഷ്ടന്മാർ എന്ന് പറഞ്ഞ സജ്ജനങ്ങളാണ്. പുഷ്ടി എന്ന് പറയുന്ന 10 വിധമുണ്ടെന്നാ പറയുന്നത്. 10 പുഷ്ടികളുണ്ടെന്നാ പറയുന്നത്. വാക് പുഷ്ടി, ജ്ഞാനപുഷ്ടി, ശരീരേന്ദ്രിയ പുഷ്ടി, ഗൃഹക്ഷേത്ര പുഷ്ടി, ധനധാന്യ പുഷ്ടി, പ്രജാപുഷ്ടി, പശുപുഷ്ടി, ഗ്രാമപുഷ്ടി, ധർമ്മപുഷ്ടി, അണിമാതി പുഷ്ടി. അങ്ങനെ 10 രീതി ഉണ്ടെന്നാ പറയുന്നത്. അപ്പോ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സജ്ജനങ്ങൾ അല്ലെങ്കിൽ ബ്രഹ്മാവിനെ പോലുള്ള ദേവന്മാർ, അതല്ലെങ്കിൽ ശിവന്റെ പരിചാരകന്മാർ, അതല്ലെങ്കിൽ കശ്യപനെ പോലെയുള്ള മഹർഷിമാർ, അല്ലെങ്കിൽ നാരദനെ പോലുള്ള മഹർഷിമാർ, ഇവരൊക്കെയാണ് പുഷ്ടന്മാർ. രുദ്രദേവൻ, രുദ്രൻ ഇവരുടെയൊക്കെ ദേവതയാണ്. പുഷ്ടാനാം പതയേ നമ. ഇങ്ങനെയുള്ള പുഷ്ടന്മാരുടെ പതിയാണ് ഭഗവാൻ രുദ്രൻ. ഈ പുഷ്ടാനാം പതിഞ്ഞ പുഷ്ടന്മാരുടെ പാലകനാണ്, പുഷ്ടന്മാരുടെ അധിപനാണ്. അപ്പൊ നമ്മള് ഹരികേശായോ ഉപവീതനെ പുഷ്ടാനാം പതയേ നമ. ഹരികേശൻ ഞാൻ പറഞ്ഞു എന്താണെന്ന്. നിത്യ യൗവനം, യൗവത്വമാണ്. ഉപവീതം ധരിക്കുന്ന എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. പുഷ്ടാനാം പതി എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മളിപ്പോ മനസ്സിലാക്കി. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ്. നമോ ഹരികേശായ ഉപവീതിനെ പുഷ്ടാനാം പതയെ നമോ നമ. ഈ 3 കാര്യങ്ങളുടെ അധിപതിയായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അടുത്ത 6-മത്തെ. പുഷ്ടിന്റെ ഒന്ന് പേര് പറയാമോ? ഒന്നുകൂടെ പറയാം. പുഷ്ടി, വാക് പുഷ്ടി എഴുതിയോ? ജ്ഞാനപുഷ്ടി,
ശരീരേന്ദ്രിയ പുഷ്ടി, ഗൃഹക്ഷേത്ര പുഷ്ടി, ധനധാന്യ പുഷ്ടി, പ്രജാപുഷ്ടി, പശുപുഷ്ടി, ഗ്രാമപുഷ്ടി, ധർമ്മപുഷ്ടി, അണിമാതി പുഷ്ടി. അണിമാതി എന്ന് പറഞ്ഞാൽ അണിമ, ലഹിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാഗാമ്യം എന്ന് പറയും. അങ്ങനെ അഷ്ട ഐശ്വര്യങ്ങളുടെ പേരാണ് അണിമാതി എന്ന് പറയുന്നത്. അതിന്റെ പുഷ്ടി, അതിന്റെയൊക്കെ പതി, പുഷ്ടാൽ. ഈ പുഷ്ടികളുടെയൊക്കെ പതിയാണ് ഭഗവാൻ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രയും കാര്യം മാത്രമല്ല, ഇതിന്റെ എല്ലാം പതിയാണ് രുദ്രഭഗവാൻ. അങ്ങനെയുള്ള രുദ്രഭഗവാൻ ആയിക്കൊണ്ട് നമസ്കാരം. ആ ഭഗവാന്റെ ആ മഹത്വം എന്താണ് നമ്മൾ മനസ്സിലാക്കണം. അടുത്തത് ആറാമത്, ഭവസ്യ ഹേത്यै ജഗതാം പതയേ നമോ നമഃ. ഭവം എന്ന് പറഞ്ഞാൽ ഭവസാഗരം, സംസാരസാഗരം. ഭവം, പുനർജനനം, ഇതൊക്കെ ഭവമാണ്. ഹേതി, ഭവസ്യ ഹേത്यै, ഹേതി, ഹേതി എന്ന് പറഞ്ഞാൽ ആയുധം, അല്ലെങ്കിൽ ഹനിക്കുന്നത്, അല്ലെങ്കിൽ പീഡനം നടത്തുന്നത്, ഇതൊക്കെ ഹേതിയാണ്. ജഗതാംപതി, ജഗത്തിന്റെ പാലകൻ, അല്ലെങ്കിൽ സൃഷ്ടിയുടെ അധിപൻ എന്നൊക്കെ ജഗതാംപതിക്ക് അർത്ഥം പറയാം. അപ്പൊ ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, പുനർജന്മം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ ആ വാച്യാർത്ഥം പറയുമ്പോൾ ജനനാവർത്തനം ഇല്ലാതാക്കുന്നതിനും സൃഷ്ടിയുടെ അധിപനും ആയിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെയും പറയാം, ജനനാവർത്തനം ഇല്ലാതാക്കുന്നവനും സൃഷ്ടിയുടെ അധിപനുമായിക്കൊണ്ട് നമസ്കാരം എന്നും പറയാം. പിന്നെ സംസാരനാശകനാണ് ഭഗവാൻ രുദ്രൻ. അതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. സംസാരം, ഭവം എന്ന് പറഞ്ഞാൽ സംസാരം എന്നൊരർത്ഥം പറഞ്ഞല്ലോ. അങ്ങനെ വരുമ്പോൾ പുനർജന്മം എന്നൊരർത്ഥം, സംസാരം എന്നൊരു, സംസാരമാണ് അർത്ഥമായിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ വാക്കിന്, ഈ മന്ത്രത്തിന് അർത്ഥം പറയും സംസാരനാശകനാണ് ഭഗവാൻ രുദ്രൻ. രണ്ടും ശരിയാ. സംസാരനാശകനാണ്, പുനർജന്മം ഇല്ലാതാക്കുന്നതിനും ഭഗവാനാണ്. പിന്നെ സർവത്തിന്റെയും സൃഷ്ടാവും സംഹർത്താവും പുനർജന്മ നാശകനും ഭഗവാൻ തന്നെയാണ്. അതാണ് മറ്റൊരർത്ഥം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചപ്പോൾ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുള്ളത്, ഇപ്പൊ നമ്മൾ ഇതിലെ 6 മന്ത്രമാണ് ഈ രണ്ടാമത്തെ അനുഭാഗത്തിൽ പഠിച്ചു മനസ്സിലാക്കിയപ്പോൾ. അതിൽ 5 മന്ത്രങ്ങളിൽ, ഈ മന്ത്രം ഒഴികെയുള്ള 5 മന്ത്രങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും ഏകുന്ന കാരുണ്യത്തെ സംബന്ധിച്ചാണ് പറഞ്ഞു വന്നത്. എന്നാൽ ഈ മന്ത്രം ലോകമെമ്പാടും വ്യാപിച്ചിരിക്കുന്ന ഒരു കാരുണ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സംസാര ജീവിതത്തെ, സംസാരത്തെ നശിപ്പിക്കുക, പുനർജന്മമില്ലാതാക്കുക, ഒരാൾക്കല്ല, ഈ ലോകത്തുള്ളവർക്കല്ല, ഭവസാഗരം, ഇതിൽ നിന്നൊക്കെ ഉള്ള മുക്തി നേടുന്നതിന് സർവ്വതിനും നമ്മളെ സഹായിക്കുന്ന കാരുണ്യമൂർത്തിയായ ആ ഭഗവാന് നമസ്കാരം. അപ്പൊ ഈ മന്ത്രത്തിലൂടെ ഉള്ള സ്തുതി ലോകമെമ്പാടും ഉള്ള ജീവജാലങ്ങളിൽ വ്യാപിച്ചിരിക്കുകയാണ്. ആ ഒരു വ്യത്യാസമാണ്. അതാണ് ഇവിടെ ഭവസ്യഹേത്यै ജഗതാം പതയേ നമോ നമഃ എന്ന് പറഞ്ഞു. അടുത്തത് 7-മത്തത്, രുദ്രായാത താപിനേ ക്ഷേത്രാണം പതയേ നമോ നമഃ. മണി 8:30 ആയതുകൊണ്ട് എനിക്ക് മറ്റൊരു അത്യാവശ്യ കാര്യമുള്ളതുകൊണ്ട് ഒന്ന് നേരത്തെ നിർത്തുകയാണ്. നമ്മൾ 6 മന്ത്രങ്ങളെക്കുറിച്ച് ലഘുവായ ഒരു വിവരണം. ഈ 7 മുതൽ 15 വരെ ഉള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ സായിറാം.